മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള പേളിയുടെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വളരെയധികം ചിന്തിക്കുന്നത്. താൻ ചെയ്ത കുറ്റത്തിന് അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞെത്തുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. നല്ലൊരു മനുഷ്യനിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. അത് പേളി ചെയ്തു, അത് സമ്മതിച്ചേ മതിയാകൂ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ പേളിയെക്കുറിച്ച് സംസാരിക്കുന്നു. പേളിയുടെ അഭിപ്രായം പറഞ്ഞതിന് മാപ്പ് പറയണം എന്നില്ല. അതിൽ ചില കാര്യങ്ങളോടാണ് ഇപ്പോൾ പേളി മാപ്പ് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളോട് വീട്ടിൽ പോകൂ എന്ന് ആജ്ഞാപിക്കുകയല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നത് മാത്രമേ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ നിന്ന് അടിയൊക്കെ കൊള്ളുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് ഞാൻ മറ്റൊരു സംവിധായകനെ തോറ്റ സംവിധായകൻ എന്ന് വിളിച്ചു. ഞാൻ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. അത് സിബി മലയാളിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതെങ്ങനെയാണ് വളച്ചൊടിക്കപ്പെട്ടത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഇട്ട വീഡിയോ അല്ല, ഞാൻ ആരെയും ദുഃഖിപ്പിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോയുമല്ല, മറിച്ച് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണ്. എത്രമാത്രം പരാമർശങ്ങളിവിടെ ഉണ്ടാകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. എത്രമാത്രം കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. പേളിയെക്കുറിച്ച് അനാവശ്യം പറയുന്നവരൊന്നും തന്നെ പേളി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ് പേളി പറയുന്നത്. ഞാൻ സിബി മലയാളിനെ കുറ്റം പറയുമെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? നിങ്ങൾക്കത് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? പ്രേക്ഷകർ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെപ്പറ്റി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുന്നത്. ഇപ്പോൾ പേളി പറയുന്നത് സത്യമാണ് എന്ന് തോന്നുന്നുണ്ട്. സിബി മലയാളിനെ പോലെ അത്രയും വലിയൊരു സംവിധായകനെക്കുറിച്ച് ഒരിക്കലും പേളി അങ്ങനെ പറയില്ല. തൻ്റെ പ്രൊഫഷൻ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന പേളി അങ്ങനെ സിബി മലയാളിനെ പറയില്ല. എങ്കിലും സിബി മലയാളിൻ്റെ മകൻ നാളെ ഒരു ഭാവി ഡയറക്ടറാകാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേളി അവിടെ ഇല്ലാതാവുകയായിരുന്നു എന്നതാണ് സത്യം. അതിനാണ് ശരിക്കും പറഞ്ഞാൽ പേളി ക്ഷമ ചോദിക്കുന്നത്. ഫെയിൽഡ് ഡയറക്ടർ എന്ന് ഒരാളെ ഞാൻ പരാമർശിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ സക്സസ്ഫുൾ ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ അത് ചെയ്തത് തെറ്റാണ്. അങ്ങനെയല്ല എൻ്റെ അമ്മയും അച്ഛനും എന്നെ വളർത്തിയിരിക്കുന്നത്. അതിൽ കിട്ടിയ കളർ ഞാൻ ഇട്ടു എന്നല്ലാതെ അത് കാവ്യാണ് എന്നും ഞാനൊരു BJP-കാരിയാണെന്നും മുദ്രകുത്തപ്പെടുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. എനിക്ക് എല്ലാ പാർട്ടിയിലും ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് എല്ലാ പാർട്ടിയും ഇഷ്ടമാണ്. BJP എന്ന് പറയുന്നതിലല്ല, മറിച്ച് ഞാൻ ഇന്ന പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നതിലാണ് എനിക്ക് ബുദ്ധിമുട്ട്. എനിക്കൊരു പാർട്ടിയോടും വിരോധമില്ല. എനിക്ക് അവരുടെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ആരെയും എതിർക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ പറയാനോ ഞാൻ നിന്നിട്ടില്ല. എന്നെ അറിയുന്നവരാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വളർന്നൊരു കുട്ടിയാണ്. എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.